നമസ്കാരം. പ്രധാന വാർത്തകൾ. പോക്സോ കേസിലെ പ്രതിയെ സൗദിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് മണ്ണാർക്കാട് പോലീസ്. തെങ്കര വെള്ളാരംകുന്ന് സ്വദേശി അബ്ദുൾ അസീസിനെയാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ പിടികൂടി കേരളത്തിലെത്തിച്ചത്. മലയാളികൾക്ക് നാളെ വിഷു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല നാളുകളിലേക്ക് കണി കണ്ടുണരാൻ നാട് ഒരുങ്ങി. ഉണർവോടെ വിഷുത്തലേന്ന് പടക്ക വിപണി. വിഷുവിന് കണി കാണാൻ അമ്പലപ്പാറയിലെ കർഷകർ ഇത്തവണ വിപണിയിലെത്തിച്ചത് 25 ടൺ വെള്ളരി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ലഭിച്ചത് മികച്ച വിളവും വിലയുമെന്ന് കർഷകർ. 11 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ക്ഷേത്രത്തിലെ പൂരാഘോഷം സമാപിച്ചു. നഗരവീഥികളെ നിറച്ചാർത്തണിയിച്ച് ജനകീയ പൂരം. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചെറിയ കാളവേലയും പൂരവും ആഘോഷിച്ചു. രാസലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർത്ത് മണ്ണാർക്കാട് കുടുംബമതി. ലഹരിവിരുദ്ധ കൂട്ടായ്മയായ മൂവിന്റെ നേതൃത്വത്തിലാണ് നെല്ലിപ്പുഴ ജംഗ്ഷൻ മുതൽ കുന്തിപ്പുഴ പാലം വരെ കുടുംബമതിൽ തീർത്തത്. വിശദമായ വാർത്തകൾ നോക്കാം. പോക്സോ കേസിലെ പ്രതിയെ സൗദിയിൽ നിന്ന് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം സൗദിയിലേക്ക് കടന്ന പ്രതിയെ പാലക്കാട് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത്. തെങ്കര വെള്ളാനക്കുന്ന് മാളികയിൽ വീട്ടിൽ അബ്ദുൾ അസീസിനെയാണ് പിടികൂടി കേരളത്തിലെത്തിച്ചത്. 2022 കേസിനാസ്പദമായ സംഭവം നടന്നത്. മണ്ണാർക്കാട് പോലീസ് ഇന്റർപോളിന്റെ സഹായത്തോടെ റിയാദിൽ നിന്നുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇരയുടെ ചെറിയമ്മയുടെ ഇഷ്ടക്കാരനായ അബ്ദുൾ അസീസ് കുട്ടിയുടെ ചെറിയമ്മയുടെ ഒത്താശയോടെയാണ് പീഡിപ്പിച്ചിരുന്നത്. ചെറിയമ്മയെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പീഡനത്തിന് ശേഷം ഗൾഫിലേക്ക് മുങ്ങിയ പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ASP രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് ചെയ്തത്. സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് റമീസ് എന്നിവരടങ്ങുന്ന സംഘം ഒപ്പമുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. So this person is standing beside me, Abdul Aziz. So he was accused in crime number 331, Manarkad. It is a case of 2022. So it was a case of POCSO, which involves the rape of and sexual assault to 14 years old minor girl. So this person was absconding for the last 3 years. So we just came back from Saudi, the Riyadh. So this person is now in our custody. So this was almost 6 extradition mission of Kerala in Riyadh in the last few years. So these are the persons besides me. These are my team member. We are part of 3 members team. So this is Unikrishna. This is Rajesh. Ramesh. So we were there for 5 days. So today we just came back. So yes, that's all. രാസലഹരിക്കെതിരെ ജനകീയ പ്രതിരോധമായി മണ്ണാർക്കാട്ടെ കൂട്ടായ്മയായ മൂവിന്റെ നേതൃത്വത്തിലുള്ള കുടുംബമതിൽ. നെല്ലിപ്പുഴ ജംഗ്ഷൻ മുതൽ കുന്തിപ്പുഴ പാലം വരെ 6000-ഓളം പേർ കുടുംബമതിലിൽ കണ്ണികളായി. ലഹരിക്കെതിരെ മണ്ണാർക്കാട്ടുകാരുടെ ആവേശ പോരാട്ടത്തിന്റെ കരുത്തുറ്റ പ്രതിരോധമായി കുടുംബമതിൽ. രാസലഹരിക്കെതിരെ ജനകീയ പ്രതിരോധമായി മണ്ണാർക്കാട്ടെ കൂട്ടായ്മയായ മൂവിന്റെ നേതൃത്വത്തിലുള്ള കുടുംബമതിൽ. നെല്ലിപ്പുഴ ജംഗ്ഷൻ മുതൽ കുന്തിപ്പുഴ പാലം വരെ 6000-ഓളം പേർ കുടുംബമതിലിൽ കണ്ണികളായി. ലഹരിക്കെതിരെ മണ്ണാർക്കാട്ടുകാരുടെ ആവേശ പോരാട്ടത്തിന്റെ കരുത്തുറ്റ പ്രതിരോധമായി കുടുംബമതിൽ. കുടുംബസമേതമുള്ള മണ്ണാർക്കാട്ടുകാരുടെ പങ്കാളിത്തം സംഘാടകർക്കും നാട്ടുകാർക്കും ആവേശമായി. കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ അണിചേർന്നു. കൊല്ലുന്ന ലഹരി മണ്ണാർക്കാടിന്റെ മണ്ണിൽ അനുവദിക്കില്ലെന്ന് പ്രതിരോധത്തിൽ പങ്കെടുത്തവർ പ്രതിജ്ഞയെടുത്തു. നെല്ലിപ്പുഴ ജംഗ്ഷനിൽ N. ഷംസുദ്ദീൻ MLA ആദ്യ കണ്ണിയായി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിൽ ലഹരിക്കെതിരായി, പ്രത്യേകിച്ച് രാസ ലഹരിക്കെതിരായ വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സ്വന്തങ്ങളിലേക്ക്, അതുവഴി നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് ലഹരി കടന്നു വരാതിരിക്കാനുള്ള ജാഗ്രത വേണമെന്ന ഒരു സന്ദേശമാണ് മണ്ണാർക്കാട് നമ്മൾ സൃഷ്ടിച്ച ഈ മതിലിലൂടെ മണ്ണാർക്കാടിനും ലോകത്തിനും നമ്മൾ നൽകുന്ന സന്ദേശം. ഇവിടെ പറയുകയുണ്ടായി, കൊലപാതകങ്ങൾ, മറ്റ് ഒട്ടനവധി അസാൻമാർഗിക പ്രവർത്തനങ്ങൾ, വലിയ ദുരന്തങ്ങൾ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ നാടിന്റെ വിവിധ കുടുംബങ്ങളുടെ പ്രതീക്ഷകളായ എത്രയോ മക്കൾ വാടിക്കരിഞ്ഞ് ഒരു ഉപകാരവുമില്ലാതെ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഉണർത്തുപാട്ടാണ്. ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു വളരെ വലിയ ജാഗ്രതയുടെ സന്ദേശമാണ്. നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രതിജ്ഞ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന
മയക്കുമരുന്നുകളും മറ്റ് രാസലഹരികളും എൻ്റെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നഗരസഭാ കൗൺസിലർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, തൊഴിലാളി സംഘടനകൾ, വ്യാപാരി സംഘടനകൾ, വിവിധ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീ, വിവിധ മതസംഘടനകൾ, മഹല്ല്, ക്ഷേത്രകം, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ സംഘടനകൾ, വ്യക്തികൾ തുടങ്ങി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ളവർ മതിലിൽ കണ്ണികളായി. മൂവ് ചെയർമാൻ ഡോക്ടർ KA കമ്മപ്പ അധ്യക്ഷത വഹിച്ചു. കൺവീനർ M പുരുഷോത്തമൻ, ട്രഷറർ പഴേരി ഷെരീഫ് ഹാജി, സാഹിത്യകാരൻ KPS പയ്യനടം, T അബൂബക്കർ ബാവി, NK നാരായണൻകുട്ടി, ഹുസൈൻ കോളശ്ശേരി, മണികണ്ഠൻ പൊറ്റശ്ശേരി, AK അബ്ദുൽ പൊറ്റശ്ശേരി, AK അബ്ദുൽ അസീസ്, TA സലാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ, KCK സെയ്താലി, മൂവ് പ്രതിനിധികളായ ഫിറോസ് ബാബു, KVA റഹ്മാൻ, C ഷൗക്കത്ത്, പ്രശോഭ്, ബഷീർ കുറുവണ്ണ, ഉമ്മർ, അബ്ദുൽ ഹാദി, നഷീദ് പിലാക്കൽ, അസ്ലം അച്ചു, കൃഷ്ണദാസ്, ഷബീർ, ഇസ്മായിൽ തുടങ്ങിയവർ കണ്ണികളായി. മലയാളികൾക്ക് നാളെ വിഷു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല നാളുകളിലേക്ക് നമ്മൾ കണി കണ്ടുണരുന്ന സുദിനമാണ് വിഷു. പടക്കം പൊട്ടിച്ചും വിഷു കൈനീട്ടം നൽകിയുമെല്ലാം വിഷു ആഘോഷമാക്കുന്നു. കണിത്തളികയിലെ കൊന്നപ്പൂവിൻ്റെ നൈർമല്യം പോലെ മനസ്സിൽ നിന്നും ഐശ്വര്യത്തിൻ്റെ പൊൻപ്രഭ ചൊരിയാൻ വിഷുവിന് കഴിയട്ടെ. പടക്കമില്ലാതെ എന്തു വിഷുവല്ലേ. നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമെല്ലാം വിഷു തലേന്ന് പടക്ക കച്ചവടവും പൊടി പൊടിച്ചു. അംഗീകൃത വ്യാപാരികൾക്കൊപ്പം ചെറുകിട പടക്ക കച്ചവടക്കാരും നിരത്തുകൾ നിറഞ്ഞു. പടക്കമില്ലാതെ എന്തു വിഷു ആഘോഷമല്ലേ. ഇത്തവണ നേരത്തെ തന്നെ വിഷുവിനെ വരവേറ്റ് പടക്കക്കടകൾ തുറന്നിരുന്നു. എന്നാൽ വിഷു തലേന്ന് പടക്ക വിപണി ഒന്നുകൂടി ഉണർന്നു. പതിവ് പോലെ കമ്പിത്തിരി, നിലചക്രം, പൂക്കുറ്റി എന്നിവ തന്നെയായിരുന്നു പടക്ക വിപണിയിലെ താരങ്ങൾ. ആകർഷകവും അപകടം കുറഞ്ഞതുമായ ഐറ്റങ്ങൾ ചോദിച്ചും ആളുകളെത്തി. ഓലപ്പടക്കവും മാലപ്പടക്കവും ഗുണ്ടും ഉൾപ്പെടെ അമരമുള്ള ഐറ്റങ്ങളും ഇത്തവണയും വിപണിയിലുണ്ടായിരുന്നു. കച്ചവടം നന്നായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഡിമ്മായെങ്കിലും ഇപ്പോൾ വളരെ പൂർവാധിക ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല കച്ചവടമാണ്, നല്ല റെസ്പോൺസാണ്. വളരെ നിരക്ക് കുറച്ച് റേറ്റ് കുറവുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് സാധനം എടുത്തുകൊണ്ട് വളരെ നല്ല കച്ചവടമാണ് ഇപ്രാവശ്യം. ഇപ്രാവശ്യം ഞങ്ങൾ ഇതുവരെ നോക്കുകയാണെന്ന് വെച്ചാൽ വിഷു അടിപൊളിയാണ്. കാരണം കാലാവസ്ഥ നന്നായതുകൊണ്ട് നമുക്ക് കച്ചവടത്തിനെ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഏകദേശം കച്ചവടമായിട്ട് വരുന്നുണ്ട്. വളരെ നല്ല റെസ്പോൺസ് എല്ലാവരും കിട്ടണം. നൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ. ഗുവാഡിയാണ് നമ്മുടെ നൈസ് സാധനമാണ് പുതിയത് വന്നത്. പിന്നെ നമ്മുടെ ബിയറിന്റെ മോഡലൊരു പടക്കുണ്ട്. പിന്നെ നമ്മുടെ കളർ പൂക്കുറ്റികളുണ്ട്. പിന്നെ നമ്മുടെ ആ ഭാഗത്ത് മൊത്തം ഷോട്ടുള്ള സ്റ്റൈൽ ഷോട്ട് ഉണ്ട്, 12 ഷോട്ട് ഉണ്ട്, 30 ഷോട്ട് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ പൂക്കുറ്റിയുള്ള പുതിയ ഐറ്റം വരുന്നതാണ്. ഇത് ഡാൻസി സാർ പറഞ്ഞിട്ട് വരുന്നതാണ്. പലതരത്തിലുള്ള കമ്പിത്തിരികൾ, കളർ കമ്പിത്തിരികൾ, റെഡ്, ഗ്രീൻ, വൈറ്റ് മുതൽ എല്ലാ പലതരത്തിലുള്ള കമ്പിത്തിരികളും നമുക്കുണ്ട്. ഏറ്റവും നല്ല ഡാൻസിങ് അമ്പർല കൊട നിർത്തണമാരി നിന്ന് കറങ്ങും അമ്മാരി ഐറ്റം നമ്മളിലുള്ളത്. വളരെ പുതിയ മെച്ചമായ ഐറ്റംസ് ആണ് ഇപ്രാവശ്യം നമുക്കുള്ളത്, വളരെ മിതമായ നിരക്കിൽ. പ്രാവശ്യത്തെ കച്ചവടം കുഴപ്പമില്ല. മറ്റേ തിരക്കട്ടിലേത് ആൾക്കാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത കച്ചവടം. കച്ചവടക്കാര് നമ്മളിത് ലാഭം പ്രതീക്ഷിച്ചില്ല. ഇപ്രാവശ്യം വിഷുവായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യാൻ പാടുള്ള കച്ചവടം മാത്രമേ ഉള്ളൂ. ലാഭം നമ്മളിതൊന്നും പ്രതീക്ഷിക്കില്ല. ഒരു എന്റർടൈൻമെന്റ് ആൾക്കാർക്ക് ഫുള്ള് സാധനം കിട്ടാൻ ചെപ്പശ്ശേരി എങ്ങാടിൽ വന്നിട്ട് സാധനം കിട്ടാതെ പോകുന്ന ഒരാൾ പറയരുത്. ആ ഒരു ഇതിലാണ് കച്ചവടം. ഒരു പാർട്ടിക്കാരെ വന്ന് ചോദിക്കണ പൈസ സാധനം കൊടുക്കുന്നത്. നമുക്കൊരു വിലല്ല. നിങ്ങൾ പറയുന്ന വിലക്ക് സാധനം ഓല, മാല, ഗുണ്ട് എല്ലാ സാധനം ഉണ്ട്. മേശപ്പൂ എല്ലാ സാധനം. ഇപ്രാവശ്യം വെറൈറ്റി ഇറങ്ങിയത് ആ സാധനത്തിന്റെ വെറൈറ്റി. ഇത് വെറൈറ്റി സാധനമാണ്. ഇത് ഇവിടെ ചെപ്പശ്ശേരി അങ്ങോട്ട് ഫസ്റ്റ് ഇറങ്ങുന്ന സാധനമാണ്. അത് ഇത് ഫസ്റ്റ് സാധനമാണ്. ഇതൊക്കെ മൾട്ടി കളറാണ് വരുന്നതൊക്കെ, ഒറ്റ കളറല്ല. 3-5 കളറാണ് ഈ സാധനത്തിൽ വരിക. അതേപോലെ ഈ സാധനം പിന്നെ വേറെ ഒന്നുണ്ട്. വേറെ ഈ കമ്പി ഇത് 3 കളറാണ് ഈ കമ്പിത്തിരി വരിക. ഒറ്റ കത്തികളിൽ 3 കളർ കിട്ടും. ഇത് നമ്മുടെ ഷോപ്പിൽ മാത്രമുള്ള സാധനം. പിന്നെ വെറൈറ്റി ഈ 3-4 വെറൈറ്റികൾ നമ്മൾ. പിന്നെ വേറെ 2 സാധനം അത് തീർന്നു പോയി. വേറെ സാധനമൊന്നുമില്ല. തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് കുഴപ്പമൊന്നുമില്ല. ഡീസന്റ് ആൾക്കാരെ വരുന്നതും പെരുമാറ്റവും പിന്നെ വലിയൊരു ബാർഗനിങ് ഒന്നും ആൾക്കാർ ചെയ്യില്ല. പൊതുവെ ഹാപ്പിയാണ്. കുട്ടികളെ ആകർഷിക്കാൻ പുതിയ പല ഐറ്റങ്ങൾ ഇത്തവണയും പടക്ക വിപണിയിൽ എത്തിച്ചിരുന്നു. അംഗീകൃത കടകളിലും വഴിയോര കച്ചവട സ്റ്റാളുകളിലുമെല്ലാം നല്ല തിരക്കാണ് വിഷുത്തലേന്ന് അനുഭവപ്പെട്ടത്. വിലയൊന്നും കാര്യമാക്കാതെ തന്നെ ആളുകൾ കിറ്റ് നിറച്ച് പടക്കവും വാങ്ങി വിഷു അടിച്ചു പൊളിക്കാൻ.
വിഷുക്കണിയിൽ ഏറ്റവും പ്രധാനം ഏതെന്ന് ചോദിച്ചാൽ അത് കൊന്നപ്പൂ തന്നെയാണ്. എന്തുകൊണ്ടാണ് കൊന്നപ്പൂ കണിക്ക് നിർബന്ധമാണെന്ന് പഴമക്കാർ പറയാൻ കാരണമെന്ന് അറിയാമോ? അതിന് പിന്നിലും ഒരു കഥയുണ്ട്. കലികാലത്തിൻ്റെ ആരംഭം. പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വാണരുളുന്ന ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ ആ ഉണ്ണിക്കണ്ണൻ്റെ പ്രത്യക്ഷ ദർശനം പല ഭക്തർക്കും ലഭിച്ചു. കുരൂരമ്മയ്ക്കും വിശ്വമംഗലത്തിനും പൂന്താനത്തിനും ഉണ്ണിയായി കണ്ണൻ വാണു. കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ആ ബാലൻ വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും. തൊടിയിലും പാടത്തുമെല്ലാം രണ്ടുപേരും കളിച്ചു നടക്കും. ഒരിക്കൽ അതിമനോഹരമായ ഒരു സ്വർണ്ണമാല ഭക്തൻ ഭഗവാന് സമ്മാനിച്ചു. അന്ന് ആ മാലയും അണിഞ്ഞാണ് കണ്ണൻ തൻ്റെ കൂട്ടുകാരനെ കാണാൻ പോയത്. കണ്ണൻ്റെ മാല കണ്ടപ്പോൾ ബാലന് അതൊന്ന് അണിയാൻ മോഹം തോന്നി. കണ്ണൻ അത് ചങ്ങാതിക്ക് സമ്മാനമായി നൽകി. വൈകിട്ട് ശ്രീകോവിൽ തുറന്നപ്പോൾ മാല കാണാതെ അന്വേഷണമായി. ആ സമയം കുഞ്ഞിൻ്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണം കണ്ട മാതാപിതാക്കൾ അവനെ ചോദ്യം ചെയ്തു. ഇത് കണ്ണൻ സമ്മാനിച്ചതാണെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ആ പറഞ്ഞതൊന്നും അവർ വിശ്വസിച്ചില്ല. അവനെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് ചെന്ന് വീണ്ടും ചോദ്യം ചെയ്തു. അവൻ ആ മറുപടി തന്നെ ആവർത്തിച്ചു. ആരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ആഭരണം കുട്ടി മോഷ്ടിച്ചതാണെന്ന് കരുതി അവനെ ശിക്ഷിക്കാൻ ഒരുങ്ങി. പേടിച്ച കുഞ്ഞ് തൻ്റെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത് പറഞ്ഞു, കണ്ണ, നീ എൻ്റെ ചങ്ങാതിയാണെങ്കിൽ എന്നെ ശിക്ഷിക്കരുതെന്നും നിന്റെ സമ്മാനമാണിതെന്ന് നീ ഇവരോട് പറയുമായിരുന്നെന്നും. നിന്റെ ചങ്ങാത്തം എനിക്കിനി വേണ്ട, ഈ മാലയും. ഇങ്ങനെ ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. മാല ചെന്നു വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്ന മരത്തിലാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ആ മരം മുഴുവനും സ്വർണ്ണവർണ്ണത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു. ആ സമയത്ത് ശ്രീകോവിലിൽ നിന്നും അശരീരി കേട്ടു. ഇത് എൻ്റെ ഭക്തന് ഞാൻ നൽകുന്ന നിയോഗമാണ്. ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. മാത്രമല്ല, ഈ പൂക്കൾ കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടതായി വരില്ലെന്നും. അന്നു മുതലാണത്രേ കൊന്ന പൂത്തു തുടങ്ങിയത് എന്നാണ് വിശ്വാസം. അങ്ങനെ കണ്ണൻ്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു. ഈ കഥ പലർക്കും അറിയില്ലെങ്കിലും വിഷുത്തലേന്ന് കൊന്നപ്പൂ തേടിയുള്ള പാച്ചിലിലാണ് ഓരോ മലയാളിയും. വേനൽ മഴയെ അതിജീവിച്ച് അമ്പലപ്പാറയിലെ കർഷകർ വിഷുക്കണിക്ക് വിപണിയിലെത്തിച്ചത് 25 ടൺ വെള്ളരി. ഇത്തവണ നേരത്തെ തന്നെ വിപണിയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞതിനാൽ വെള്ളരിക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ വില ലഭിച്ചതായി കർഷകർ പറഞ്ഞു. അറവക്കാട്, വേങ്ങശ്ശേരി, അകവണ്ട, ചെറുമുണ്ടശ്ശേരി, കടമ്പൂർ, കൂനന്മല പ്രദേശങ്ങളിലെ ഏകദേശം 15 ഏക്കർ കൃഷിയിടത്തിൽ നിന്നാണ് സ്വർണ്ണ നിറമുള്ള വെള്ളരി വിഷുവിന് വിപണിയിലെത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 10 ടൺ അധികം വിളവെടുക്കാൻ ഇത്തവണ കർഷകർക്ക് കഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെയും പക്ഷിമൃഗാദികളുടെ ശല്യവും അതിജീവിച്ചാണ് 25ഓളം കർഷകരുടെ അധ്വാന ഫലമായി ഇവിടെ മികച്ച വിളവ് ലഭിച്ചത്. ഇടയ്ക്കിടെ പെയ്ത മഴ വെള്ളരി കൃഷിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അധികം നഷ്ടമില്ലാതെ വിഷു ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. നേരത്തെ തന്നെ വിപണിയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞതിനാൽ വെള്ളരിക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ വില ലഭിച്ചതായും കർഷകർ പറഞ്ഞു. കിലോയ്ക്ക് 23 രൂപ വരെയാണ് വില ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 20 രൂപ വരെയായിരുന്നു. അമ്പലപ്പാറയിൽ അറവക്കാട് ആശ്രയ ക്ലസ്റ്ററിന് കീഴിലുള്ള കർഷകരാണ് ഏറ്റവും കൂടുതൽ വെള്ളരി വിപണിയിലെത്തിച്ചിട്ടുള്ളത്. ഏകദേശം 20 ടൺ വെള്ളരിയാണ് വിളവെടുക്കാൻ കഴിഞ്ഞതെന്ന് ക്ലസ്റ്റർ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ അറവക്കാട് ഭാഗത്ത് ആശ്രയ പച്ചക്കറി സംഘം എന്നൊരു ക്ലസ്റ്റർ ഉണ്ട്. അതിൽ 10-28 ആൾ കൃഷിക്കാരുണ്ട്. അവർക്ക് 12 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. അതിൽ 24 ടൺ വരെ കിട്ടേണ്ടതാണ്. പക്ഷേ ഇക്കൊല്ലം മഴ കാരണം കുറച്ച് കമ്മിയായി, കേടുവരി കാരണം. എന്നാലും വലിയ കുഴപ്പമില്ല, മര്യാദ വളവുണ്ട്. പിന്നെ വില കുഴപ്പമില്ല, അന്ന് കിട്ടുന്നുണ്ട്. 23 രൂപ വെച്ചിട്ട് ഒറ്റപ്പാലത്തിലെ ലേലം പോയി. 12 ഏക്കർ സ്ഥലത്തായിരുന്നു കൃഷി. മറ്റു സ്ഥലങ്ങളിലെ കർഷകർ ചേർന്ന് 5 ടണ്ണോളം കണിവെള്ളരിയും വിപണിയിലെത്തിച്ചു. ഒറ്റപ്പാലം, കടമ്പഴിപ്പുറം, അമ്പലപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ മൊത്ത വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന. അപ്രതീക്ഷിത മഴയിൽ 5 ടൺ വെള്ളരി കർഷകർക്ക് നഷ്ടമായി. മഴ പെയ്ത് കൃഷിയിടത്തിൽ വെള്ളമെത്തിയതോടെയാണ് നാശം സംഭവിച്ചത്. ചില കർഷകരുടെ വെള്ളരിക്ക് കളർ വയ്ക്കാൻ വൈകുന്ന പ്രശ്നവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇടവേള. വാർത്തകൾ തുടരുന്നു.
നമ്മുടെ ചുറ്റുപാടിൽ പ്രയാസം അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പൊതുപ്രവർത്തകരും ജീവകാരുണ്യ സംഘടനകളും മുന്നിട്ടിറങ്ങേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ 25 പേർക്ക് ജീവകാരുണ്യ സംഘടനയായ ചർക്ക നൽകുന്ന ഇലക്ട്രിക് വീൽചെയറുകൾ സമ്മാനിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇത് ഇയാളുടെ വീട്ടിലെ കാര്യം, എൻ്റെ വീട്ടിലല്ലല്ലോ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആർദ്രതയുടെ നനവുള്ള ഒരാളുടെ സങ്കടം കണ്ടാൽ അത് ആരുടെയോ വീട്ടിലെ പ്രശ്നമാണെന്ന് കാണാൻ പറ്റില്ല. അത് നമ്മുടെ പ്രശ്നമായി നമുക്ക് മാറും. അപ്പോഴാണ് നമ്മൾ നല്ല പൊതുപ്രവർത്തകരാകുന്നത്, നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരാകുന്നത്, നമ്മൾ സാമൂഹ്യ പ്രവർത്തകരാകുന്നത്, നമ്മൾ ജീവകാരുണ്യ പ്രവർത്തകരാകുന്നത്. ബാക്കിയുള്ള ഒരാളുടെ സങ്കടം കണ്ടാൽ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് നമ്മൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചിന്തിക്കുകയും അതിൻ്റെ പരിഹാരം ഉണ്ടാകുന്നത് വരെ നമ്മുടെ ഉള്ളിലുള്ള ഒരു നീറ്റലും നമ്മുടെ ഉള്ളിലുള്ള ഒരു സങ്കടവും നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉത്കണ്ഠയുമാണ് നമ്മളെ അക്ഷരാർത്ഥത്തിൽ മനുഷ്യരാക്കി മാറ്റുന്നത്. അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ഉള്ളിൽ വേവലുള്ള കുറെ ചെറുപ്പക്കാരുടെ സംഘടനയാണ് ചർക്ക. റിയാസിന്റെ നേതൃത്വത്തിൽ അത് വളരെ ചെറിയ തോതിൽ പ്രവർത്തിച്ച് നല്ല രീതിയിലായി മാറി. ഇതെല്ലാം കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. സമൂഹത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒരു സങ്കടം കണ്ടാൽ അത് മറ്റൊരാളുടെ പ്രശ്നമായി കാണാതെ നമ്മുടെ പ്രശ്നമായി കാണണം. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെ സഹായിക്കാൻ ആർദ്രതയുള്ള ഒരു മനസ്സുണ്ടാവുമ്പോഴാണ് ഒരാൾക്ക് നല്ലൊരു പൊതുപ്രവർത്തകനും നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകനും ആകാൻ കഴിയുന്നതെന്നും ചർക്കയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നമുക്കെല്ലാം എന്ത് ചെയ്യാൻ കഴിയും? വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, തലോടൽ കൊണ്ട്, സാന്ത്വനം കൊണ്ട്, സ്നേഹം കൊണ്ട്, അന്വേഷണം കൊണ്ട് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയും. നമ്മൾ എല്ലാവരും വിചാരിച്ചാൽ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിറങ്ങിയ, കുറെ ആളുകളെ സഹായിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിറങ്ങിയാൽ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നാണ് എൻ്റെ അനുഭവം എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ നിശ്ചയദാർഢ്യമാണ്, നമ്മുടെ ലക്ഷ്യബോധമാണ്, നമ്മൾ ആ കാര്യത്തിൽ ചെയ്യുന്ന സുതാര്യതയാണ്. അത് തീർച്ചയായും ഉണ്ടാകും. ഞാൻ എല്ലാവരോടും പറയും, ഒരാൾ 1000 രൂപ ഒരാളെ സഹായിക്കാൻ തന്നാൽ ആ 1000 രൂപയും ഈ ആളുടെ കയ്യിൽ എത്തും എന്ന് നമ്മൾ ഈ 1000 രൂപ തരുന്ന ആൾക്ക് ഉറപ്പുവരുത്തി കൊടുക്കണം. ചടങ്ങിൽ ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി അധ്യക്ഷത വഹിച്ചു. നജീബ് കാന്തപുരം എം.എൽ.എ, മുൻ എം.എൽ.എ CP മുഹമ്മദ്, KPCC നിർവാഹക സമിതി അംഗം CB ബാലചന്ദ്രൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം, KPCC അംഗം C സംഗീത, കമ്മുക്കുട്ടി എടത്തോൾ, PK ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രാമദാസ്, M രാധാകൃഷ്ണൻ, ജിതേഷ് മൂഴിക്കുന്നം, KP ബാപ്പുട്ടി, KR നാരായണസ്വാമി, PP റഷീദ് തങ്ങൾ, ജയശങ്കർ കൊട്ടാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 25 പേർക്ക് ഇലക്ട്രിക് വീൽചെയറുകളും 10 പേർക്ക് വീൽചെയറുകളുമാണ് ചർക്ക നൽകിയത്. കഴിഞ്ഞ മാസം ആമയൂരിൽ വെച്ച് സ്നേഹകാര്യം എന്ന സംഗീത പരിപാടിയിലൂടെയും വ്യക്തികളിൽ നിന്നും സംഭാവന സ്വരൂപിച്ചുമാണ് വീൽചെയറുകൾ നൽകാൻ പണം സംഘടന കണ്ടെത്തിയത്. പാർട്ടി വഴിയും സംഘടന, വ്യക്തികൾ, സമൂഹമാധ്യമങ്ങൾ എന്നിവ വഴിയുമാണ് വീൽചെയർ നൽകാനുള്ള വ്യക്തികളെ കണ്ടെത്തിയത്. പാലക്കാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിലായി നേരത്തെ സംഘടന 39 വീൽചെയറുകൾ നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക ഇടപെടലുകൾക്കും ചർക്ക നേതൃത്വം നൽകി വരുന്നു. അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം 11ാം പൂരം ആഘോഷിച്ചതോടെ സമാപിച്ചു. രാവിലെ നടന്ന കാഴ്ചശീവേലി ഭക്തിസാന്ദ്രമായി. വൈകിട്ട് ക്ഷേത്രങ്ങളിലേക്ക് എഴുന്നള്ളിപ്പും അനുബന്ധ പൂരങ്ങളുടെ സംഗമവും പൂരപ്രേമികൾക്ക് ഉത്സവക്കാഴ്ചയായി. ആഘോഷങ്ങൾക്കുപരി ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും താന്ത്രിക ചടങ്ങുകൾക്കും പ്രാധാന്യം നൽകിയാണ് അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം കൊണ്ടാടിയത്. 11 ദിനരാത്രങ്ങൾ ഉത്സവക്കാഴ്ച പകർന്ന അങ്ങാടിപ്പുറം പൂരം 11ാം പൂരം ആഘോഷത്തോടെ സമാപിച്ചു. രാവിലെ പഞ്ചവാദ്യത്തോടെയുള്ള കാഴ്ചശീവേലി ഭക്തിസാന്ദ്രമായി. ആയിരക്കണക്കിന് ഭക്തർ 11ാം പൂരത്തിന് പങ്കുകൊള്ളാൻ തിരുമാധാംകുന്നിലെത്തി. വൈകിട്ട് അനുബന്ധ പൂരങ്ങൾ എഴുന്നള്ളിച്ചു. കീഴടം വേട്ടക്കരൻകാവിൽ നിന്നും റാവറണ്ണ ശിവക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെയും വാദ്യമേളത്തിൻ്റെയും അകമ്പടിയോടെ മുതുവറ ക്ഷേത്രത്തിലേക്ക് പൂരം എഴുന്നള്ളിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നും നാടൻ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വന്ന അനുബന്ധ പൂരങ്ങളുടെ സംഗമവും ഉത്സവക്കാഴ്ചയായി.
പൂരം എഴുന്നള്ളിപ്പുകൾ മുതുവറ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും തളി ക്ഷേത്രത്തിലേക്കും അവിടെ നിന്ന് തിരുമാതാംകുന്ന് ക്ഷേത്രത്തിലേക്കും എഴുന്നള്ളിച്ചു. അനുബന്ധ പൂരത്തിലും എഴുന്നള്ളിപ്പുകളിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കുകൊണ്ടു. ഡബിൾ തായമ്പകയ്ക്ക് ശേഷം പൂരം കൊട്ടിയിറക്കി. തുടർന്ന് അവസാനത്തെയും 21ാമത്തെയും ആറാട്ടിന് പൂരം എഴുന്നള്ളിച്ചു. ഇണക്കാളകളുടെ ചാരുതയിൽ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചെറിയ കാളവേല ആഘോഷിച്ചു. 50-ൽ പരം ഇണക്കാളകളാണ് ക്ഷേത്രത്തിലെത്തിയത്. കാളപ്രദക്ഷിണം, പാണ്ടിമേളം, കാളയിറക്കം, കാളക്കയറ്റം എന്നിവയും നടന്നു. ഞായറാഴ്ച ഇടപ്പൂരവും ആഘോഷിച്ചു. 2 കാളവേലയും 2 പൂരവും ആഘോഷിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയൻകാവ് ഭഗവതി ക്ഷേത്രം. പ്രസിദ്ധമായ തൂതാപൂരാഘോഷങ്ങൾക്ക് വിഷുദിനത്തിൽ വൈകിട്ട് കൊടിയേറും. മെയ് 12-ന് കാളവേലയും 13-ന് കുടമാറ്റവും കൂടിക്കാഴ്ചയുമായി തൂതപൂരവും ആഘോഷിക്കും. ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ താലൂക്കുകളിലെ പുഴയോര ഗ്രാമങ്ങൾ തട്ടകങ്ങളായുള്ള തൂതാ ഭഗവതി ക്ഷേത്രത്തിൽ 1 മാസം നീളുന്ന കാളവേല പൂരം ആഘോഷങ്ങൾക്ക് വിഷുദിനമായ ഏപ്രിൽ 14-ന് കൊടിയേറും. പുലർച്ചെ വിഷുക്കണി ദർശനത്തോടെയാണ് തുടക്കം. രാവിലെ 8-ന് ഓട്ടംതുള്ളൽ അവതരണം ഉണ്ടായിരിക്കും. വൈകുന്നേരം 4 മണിക്ക് ക്ഷേത്രപ്പറമ്പ് ലേലം ക്ഷേത്രാങ്കണത്തിൽ നടക്കും. 5 മണിക്ക് ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച നൃത്തമണ്ഡപത്തിൻ്റെ സമർപ്പണം, പുരാഘോഷ കമ്മിറ്റി സുവനീർ, നോട്ടീസ്, കലണ്ടർ പ്രകാശനം എന്നിവ നടക്കും. തന്ത്രി നാരായണമംഗലത്ത് ആമയൂർ മനയ്ക്കൽ രാമൻ ഭട്ടതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് 6:45-നാണ് കൊടിയേറ്റം. 7:30-ന് ചെർപ്പളശ്ശേരി ശിവനും പനമണ്ണ ശശിയും സംഘവും നയിക്കുന്ന ഇരട്ടക്കേടിയും ഉണ്ടാകും. രാത്രി 9:30-ന് കതിർവേലവരവ് നടക്കും. 10-ന് കൂത്തുമാടത്തിൽ രാമായണം തോൽപ്പാവക്കൂത്തിനും തുടക്കമാകും. ആഘോഷത്തിൻ്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരട്ട തായമ്പക, തിരുവാതിരക്കളി, വീരനാട്യം, ഭക്തിഗാനം, ചാക്യാർകൂത്ത്, നൃത്തനൃത്യങ്ങൾ, മൃദംഗം ഫ്യൂഷൻ തുടങ്ങിയ പരിപാടികൾ നടക്കും. മെയ് 12-ന് കാളവേലയും 13-ന് കുടമാറ്റവും കൂടിക്കാഴ്ചയുമായി തൂതപൂരവും ആഘോഷിക്കും. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഷാർജോ മല്ലേക്കുടിയിൽ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് ജെറൂസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലീവ് മരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന, ദാവീദിൻ്റെ പുത്രനെ ഓശാന എന്ന് പാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഓശാന ഞായർ ആചരിച്ചു വരുന്നത്. വാതിലുകളെ ശിരസുയർത്തുവിൻ, ഇത്തികവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവെഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവാരാകുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവെഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഷാർജോ മല്ലേക്കുടിയിൽ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 7 മണിക്ക് സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂൾ അങ്കണത്തിൽ നിന്നും ഓശാന ദിനത്തിൻ്റെ സ്മരണ ഉണർത്തി കുരുത്തോലകളും ഏന്തിക്കൊണ്ട് പ്രദക്ഷിണമായി സെന്റ് ജോസഫ് ദേവാലയത്തിലേക്ക് ഇടവക ജനങ്ങൾ എത്തിച്ചേർന്നു. തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പണവും നടന്നു. സംസ്ഥാന അധ്യാപക പുരസ്കാര നിറവിൽ തത്തനംപള്ളി ALP സ്കൂൾ. സംസ്ഥാനത്തെ മികച്ച 1-ാം ക്ലാസ് അധ്യാപക പുരസ്കാരമാണ് തത്തനംപള്ളി ALP സ്കൂളിലെ CG അഭിലാഷ് മാസ്റ്റർക്ക് ലഭിച്ചത്. തിരുവനന്തപുരം നേമം ഗവൺമെൻറ് UP സ്കൂളിൽ വച്ച് ഒന്നഴക് എന്ന പേരിലുള്ള സംസ്ഥാന അക്കാദമിക കൂട്ടായ്മ സംഘടിപ്പിച്ച മികവഴക് 2025 എന്ന പരിപാടിയിൽ വച്ചാണ് കുലുക്കല്ലൂർ തത്തനംപള്ളി ALP സ്കൂളിലെ CG അഭിലാഷ് മാസ്റ്റർക്ക് മികച്ച 1-ാം ക്ലാസ് അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത്. 2024-2025 അക്കാദമിക വർഷത്തിൽ 1-ാം ക്ലാസ്സിൽ നടന്ന മികവാർന്ന ഗവേഷണാത്മകമായ ഭാഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തിയും തത്തനംപള്ളിയിലെ ഇമ്മിണി ബല്യ 1 എന്ന പ്രബന്ധാവതരണ മികവിനുമാണ് ഈ പുരസ്കാരം. മികവഴക വേദിയിൽ തത്തനംപള്ളിയിലെ ഇമ്മിണി ബല്യ 1-ന്റെ നാൾവഴികൾ പ്രത്യേക പരാമർശം നേടി. വേദിയിൽ വച്ച് SSA പ്രോഗ്രാം ഓഫീസർ അമൽ റോയ് തത്തനംപള്ളിയിലെ ഇമ്മിണി ബല്യ 1 പാനൽ പ്രകാശനം ചെയ്തു. SCRT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് പുരസ്കാരവും പ്രശസ്തിപത്രവും അധ്യാപകന് സമ്മാനിച്ചു.
ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. അമ്പലപ്പാറ കടമ്പൂർ യുവരശ്മി ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. കെ പ്രേംകുമാർ MLA സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കടമ്പൂർ യുവരശ്മി ക്ലബിന്റെ നേതൃത്വത്തിലാണ് വേനൽക്കാല നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സമാപന ചടങ്ങ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് എ സുധീർ അധ്യക്ഷനായി. ചടങ്ങിൽ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പരിശീലകർക്കും ഉപഹാരങ്ങൾ നൽകി. കടമ്പൂർ BVALP സ്കൂൾ അധ്യാപിക യു ലത ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ A വിജിത, ക്ലബ്ബ് സെക്രട്ടറി A ഹരിദാസ്, നേതൃസമിതി കൺവീനർ PP ഹരിദാസൻ, പരിശീലകരായ പാലക്കാട് DHQ സബ് ഇൻസ്പെക്ടർ AT വിജയൻ, A സിദ്ധാർത്ഥ്, K സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംഘടിപ്പിച്ച 6 സിഗ്മ ഫ്രറ്റേണൽ ക്രിക്കറ്റ് മത്സരങ്ങൾ ചെർപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. മലപ്പുറം ക്രൈംബ്രാഞ്ച് SI KP ഷൗക്കത്ത് അലി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ലഹരി അക്രമ പ്രവണതകൾക്കെതിരെ സാമൂഹിക പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ പാടണിയാം എന്നതായിരുന്നു ടൂർണമെന്റിന്റെ മുദ്രാവാക്യം. മലപ്പുറം ക്രൈംബ്രാഞ്ച് SI KP ഷൗക്കത്ത് അലി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഒരു വിഷയമാണ് ലഹരി എന്ന് പറയുന്നത്. നമ്മൾ നിരന്തരം പത്രങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ വിപത്ത് ചെറുതായല്ല നമ്മളെ യുവതലമുറയെയും എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കളി ഒരു ലഹരിയാക്കാം എന്നുള്ള സന്ദേശവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി ഇങ്ങനെ ഒരു ക്രിക്കറ്റ് മത്സരം വെച്ചത് ആയതുകൊണ്ട് തന്നെ ഈ ക്രിക്കറ്റ് മത്സരത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നഗരസഭാ കൗൺസിലർ P അബ്ദുൽ ഗഫൂർ മുഖ്യാതിഥിയായി. ടൂർണമെന്റ് കൺവീനർ മുബഷീർ ഷർക്കി അധ്യക്ഷത വഹിച്ചു. സെയിൻ കണ്ണാശുപത്രി മാർക്കറ്റിംഗ് മാനേജർ അസ്ലഹ്, ഫ്രറ്റേണിറ്റി മണ്ഡലം പ്രസിഡന്റ് തബ്സീർ ഷർക്കി, അഡ്വക്കേറ്റ് K മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. സെയിൻ വിന്നേഴ്സ് ട്രോഫിക്കും ഫോർസ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി നടത്തിയ ദ്വിദിന ടൂർണമെന്റിന് സമാന്തരമായി സെയിൻ കണ്ണാശുപത്രിയുടെയും സുധർമ്മ ലാബ് വല്ലപ്പുഴയുടെയും സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധനയും മെഡിക്കൽ ക്യാമ്പും നടന്നു. വല്ലപ്പുഴ, നെല്ലായ, ചളവറ, തൃക്കിടിരി, കുലുക്കല്ലൂർ, വെടിഞ്ഞേരി പഞ്ചായത്തുകളിൽ നിന്നും ചെർപ്പളശ്ശേരി നഗരസഭയിൽ നിന്നുമായി 10 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. അമ്പലപ്പാറ വാണി വിലാസിനി തണ്ടത്തോടിന് സമീപത്ത് നിന്നും 140 ലിറ്റർ വാഷ് കണ്ടെത്തി. ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാറിൻ്റെ നേതൃത്വത്തിലാണ് വാഷ് കണ്ടെത്തി നശിപ്പിച്ചത്. റെയ്ഡിൽ PO ഗ്രേഡ് MK പ്രേംകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ഫിറോസ്, അജിത് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പട്ടാമ്പി മേഖല ലീഡേഴ്സ് മീറ്റ് വല്ലപ്പുഴയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് MA മൊയ്തീൻകുട്ടി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ഷാക്കിർ പുലാപ്പറ്റ, വൈസ് പ്രസിഡന്റ് റിയാസ് ഖാലിദ്, വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ഷക്കീല ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് KC നാസർ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷക്കീർ മനക്കത്തൊടി, ഫൈസൽ അമ്പലപ്പാറ, നവാസ് പത്തിരിപ്പാല, നൌഫൽ മാസ്റ്റർ, ഫെൻസിയ, സഫിയ ഇക്ബാൽ, അഷ്റഫ് മാട്ടര, അൻവർ സാദത്ത്, ഉമർ അമ്പലപ്പാറ എന്നിവർ സംസാരിച്ചു. മുളഞ്ഞൂർ NSS കരയോഗം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കരയോഗം പ്രസിഡന്റ് PN ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി അംഗം ഹരിദാസൻ, വനിതാ സമാജം അംഗം രമ്യ എന്നിവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുധീഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോക്സോ കേസിലെ പ്രതിയെ സൗദിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് മണ്ണാർക്കാട് പോലീസ്. തെങ്കര വെള്ളാരംകുന്ന് സ്വദേശി അബ്ദുൾ അസീസിനെയാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ പിടികൂടി കേരളത്തിലെത്തിച്ചത്. മലയാളികൾക്ക് നാളെ വിഷു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല നാളുകളിലേക്ക് കണി കണ്ടുണരാൻ നാട് ഒരുങ്ങി. ഉണർവോടെ വിഷുത്തലേന്ന് പടക്കവിപണി. വിഷുവിന് കണി കാണാൻ അമ്പലപ്പാറയിലെ കർഷകർ ഇത്തവണ വിപണിയിലെത്തിച്ചത് 25 ടൺ വെള്ളരി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ലഭിച്ചത് മികച്ച വിളവും വിലയുമെന്ന് കർഷകർ. 11 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ക്ഷേത്രത്തിലെ പൂരാഘോഷം സമാപിച്ചു.
നഗരവീഥികളെ നിറച്ചാർത്തണിയിച്ച ജനകീയ പൂരം. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചെറിയ കാളവേലയും പൂരവും ആഘോഷിച്ചു. രാസലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർത്ത് മണ്ണാർക്കാട് കുടുംബമതി. ലഹരിവിരുദ്ധ കൂട്ടായ്മയായ മൂവിന്റെ നേതൃത്വത്തിലാണ് നെല്ലിപ്പുഴ ജംഗ്ഷൻ മുതൽ കുന്തിപ്പുഴ പാലം വരെ കുടുംബമതിൽ തീർത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ.